പേരാമ്പ്ര BRCയിലെ അധ്യാപികമാരെ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത സംഭവം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് BJP. മാരക ലഹരി വസ്തുവായ MDMA കടത്തുമായി ബന്ധപ്പെട്ട് പേരാമ്പ്ര BRCയിലെ 3 അധ്യാപികമാരെ അറസ്റ്റ് ചെയ്ത സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ പുറത്തുകൊണ്ടുവരാൻ കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തണമെന്നും BJP മേഖലാ ജനറൽ സെക്രട്ടറി M. മോഹനൻ മാസ്റ്റർ ആവശ്യപ്പെട്ടു. പേരാമ്പ്ര BRC ലഹരിക്കടത്തുകാരുടെ താവളമാക്കിയതിൽ പ്രതിഷേധിച്ച് BJP മണ്ഡലം സമിതി പേരാമ്പ്ര BRC ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പോലീസ് അന്വേഷണത്തിൽ പ്രതികൾക്ക് വിദേശ ബന്ധമുണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയാണ് പ്രതികളെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളത്. രാജ്യാന്തര ബന്ധമുള്ള പ്രതികളെ ശക്തമായ രീതിയിൽ അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇനിയും ഇതിൻ്റെ പിന്നിലുള്ള കുറ്റവാളികളെ കണ്ടെത്താൻ വേണ്ടി സാധിക്കൂ. അതുകൊണ്ട് അന്വേഷണം കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിക്കണം എന്നായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ടത്. പേരാമ്പ്രയിലും പരിസര പ്രദേശങ്ങളിലും ലഹരി ഉൽപ്പന്നങ്ങളുടെ വ്യാപകമായ രീതിയിലുള്ള ഉപയോഗം നടക്കുന്നതായി അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത സംഭവം അധികൃതരെ അറിയിക്കാതെ മൂടിവെച്ച സംഭവം അപലപനീയമാണെന്നും ചൂണ്ടിക്കാട്ടി. BRCയിലെ നിയമനങ്ങൾ സുതാര്യമാക്കി മാറ്റാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണം. അധികാരികളുടെ മൂക്കിന് താഴെ നടന്ന സംഭവം അറിഞ്ഞില്ല എന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നതാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ BRCയിലെ നിയമനങ്ങളെക്കുറിച്ച് വകുപ്പുതല അന്വേഷണം നടത്തണമെന്നും ഇത്രയും രൂക്ഷമായ വിഷയത്തിൽ CPIM മൗനം പാലിക്കുന്നത് ആശ്ചര്യജനകമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അപ്പോൾ പേരാമ്പ്ര BRC കേന്ദ്രീകരിച്ച് വലിയ തോതിലുള്ള മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിനിടയിൽ 3 ടീച്ചർമാർ അറസ്റ്റിലാകുന്ന സാഹചര്യമുണ്ടായി. ഈ സംഭവം വളരെ ഗൗരവമുള്ള ഒരു സംഭവമായി ഇന്ന് പേരാമ്പ്ര മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ടീച്ചർമാർ അറസ്റ്റിലായത് BRCയിലെ ഉദ്യോഗസ്ഥരുടെ ഇടപെടലിന്റെ ഭാഗമായിട്ടല്ല. ഇവർക്ക് അന്താരാഷ്ട്ര തലത്തിൽ മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട് പങ്കുണ്ട് എന്ന് മനസ്സിലാക്കിയത് പോലീസിന്റെ അന്വേഷണത്തിലാണ്. മറ്റു ചില പ്രതികളെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ ടീച്ചർമാരിലേക്ക് അന്വേഷണം എത്തുന്നത്. അതുകൊണ്ട് ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. മാത്രമല്ല, ഇപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നത് 3 മാസം മുമ്പ് പേരാമ്പ്ര ഹൈസ്കൂളിൽ നിന്ന് ഒരു അധ്യാപകനെ പിരിച്ചുവിട്ടിട്ടുണ്ട്. അതിപ്പോഴും വളരെ സ്വകാര്യമാക്കി വെച്ചിരിക്കുകയാണ്. ആ സംഭവത്തെക്കുറിച്ചും അന്വേഷണം നടക്കണം. അധ്യാപകർ ഇങ്ങനെ വ്യാപകമായ തരത്തിൽ മയക്കുമരുന്നിന്റെ കണ്ണികളായത് എങ്ങനെയാണ്, ആരാണ് ഇതിന്റെ പിറകിൽ എന്നുള്ളത് കൃത്യമായി പുറത്തു വരണം. എന്നാൽ ഇന്നും ഈ പ്രതികളെ ചോദ്യം ചെയ്യുമ്പോൾ അവർ കൃത്യമായി മൊഴി കൊടുക്കാനോ ആരാണ് ഇതിന്റെ പിന്നിലെന്ന് പറയാനോ അവർ തയ്യാറാവുന്നില്ല എന്നതും നമുക്കിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ചില ഇടപെടലിന്റെ ഭാഗമായി ഈ അന്വേഷണം മരവിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അത്തരം ആളുകൾ എല്ലാം തുറന്നു പറയാൻ തയ്യാറാവാത്തത്. പോലീസ് ശക്തമായ നടപടിയെടുത്ത് അവരെ കൊണ്ട് വസ്തുതകൾ പുറത്തു പറയിച്ചാൽ ഇതിന്റെ വലിയ വലിയ കണ്ണികൾ പുറത്തു വരും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഇതിന്റെ മുഴുവൻ കണ്ണികളെയും പുറത്തു കൊണ്ടുവരണമെങ്കിൽ സമഗ്രമായ ഒരു അന്വേഷണം നന്നായി നടക്കണം. അങ്ങനെ നടന്നാൽ മാത്രമേ ശരിയായ രീതിയിൽ ഇതിന്റെ പിന്നിലെ ശക്തികളെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെയാണ് 3 മാസം മുമ്പ് ഒരു അധ്യാപകനെ പിരിച്ചുവിട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം MDMA ഉപയോഗിക്കുന്നു എന്ന കാരണത്തിലാണ് എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ അത്തരം ഒരു സാഹചര്യം ഉണ്ടായിട്ടും എന്തുകൊണ്ട് അത് പേരാമ്പ്ര ഹൈസ്കൂൾ അത് മറച്ചു വെച്ചു എന്നുള്ളതും വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതേപോലെ തന്നെയാണ് ഈ BRCയിലെ സംഭവങ്ങളും. BRCയിലുള്ളവർക്കറിയാം ഇത് കാലങ്ങളായിട്ട് ഇവർ ലഹരിക്കടത്തു സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്ന്. പക്ഷേ അത് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളെ അറിയിക്കാൻ, ഇവരെ നിയമത്തിന്റെ മുന്നിൽ ഹാജരാക്കാൻ ഒരു ശ്രമവും BRCയിലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ശക്തമായി ഈ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് BJP സമരം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ സമരവുമായി ഞങ്ങൾ രംഗത്തുണ്ടാവും. കാരണം ഇതിന്റെ അവസാനത്തെ കണ്ണിയും ഇതിന്റെ പ്രധാനപ്പെട്ട സൂത്രധാരകൻ ആരാണ് ഇതിന്റെ ബോസ്, ഇവരുടെ രാഷ്ട്രീയ നിയമനം നൽകിയവർക്ക് എന്താണ് ഇതിന്റെ പങ്ക്, ഈ കാര്യങ്ങളെല്ലാം പുറത്തു വരണം. ശക്തമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇനിയും ശക്തമായി ഞങ്ങൾ രംഗത്ത് വരും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ജില്ലാ സെക്രട്ടറിമാരായ KK രജീഷ്, തറമൽ രാകേഷ്, സംസ്ഥാന കൗൺസിൽ അംഗം TM ഹരിദാസ്, A ബാലചന്ദ്രൻ, ബിനീഷ് ഇടവരാട്, CK ലീല,
ഇല്ലത്ത് മോഹനൻ, പി പ്രസന്ന എന്നിവർ സംസാരിച്ചു. കെ സജീവൻ, സിനി ബിജു, കൃഷ്ണൻ, കോമത്ത് ശോഭ, എം സായിദാസ്, പൊയിൽക്കണ്ടി ബാലകൃഷ്ണൻ, പപ്പൻ ചക്കിട്ടപ്പാറ, സന്തോഷ് പി എന്നിവർ നേതൃത്വം നൽകി.